പാലക്കാട്ടെ ഒരു ഗ്രാമത്തിൽ നെൽപ്പാടങ്ങൾക്കും തെങ്ങിൻ തോപ്പുകൾക്കും നടുവിലായി രാധയും മാധവനും ജീവിച്ചിരുന്നു. രാധ പുഴയരികിലിരുന്ന് പാട്ടുപാടുന്ന, സ്വപ്നങ്ങളെ പ്രണയിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. മാധവൻ കൃഷിയിടത്തിൽ രാവും പകലും പണിയെടുക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു യുവാവും. അവർ ആദ്യമായി കണ്ടുമുട്ടുന്നത് ഗ്രാമത്തിലെ ഒരു ഉത്സവത്തിനിടയിലാണ്. രാധയുടെ പാട്ടുകേട്ട് മതിമറന്നിരുന്ന മാധവന്റെ കണ്ണുകൾ അവളെ പിന്തുടർന്നു. അവളുടെ പുഞ്ചിരിയിൽ അവൻ ലോകം കണ്ടു. അന്ന് തുടങ്ങിയ അവരുടെ സൗഹൃദം പതിയെ പ്രണയത്തിലേക്ക് വഴിമാറി. പുഴയരികിലെ ഒറ്റയടിപ്പാതയിൽ അവർ ഒരുമിച്ചിരുന്നു. കിളികളുടെ കളകളാരവം കേട്ടു. തഴുകിയെത്തുന്ന കാറ്റിന്റെ തലോടലറിഞ്ഞു. രാധയുടെ പാട്ടുകൾ മാധവന്റെ ഹൃദയത്തിൽ പ്രണയത്തിന്റെ മധുരം നിറച്ചു. മാധവന്റെ ലാളിത്യവും സ്നേഹവും രാധയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി. അവരുടെ പ്രണയം പൂവിട്ടുവെങ്കിലും എല്ലാ പ്രണയകഥകളെയും പോലെ ഇവിടെയും ചില പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. രാധയുടെ വീട്ടുകാർക്ക് മാധവനെ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. അവർക്ക് സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരാളെയായിരുന്നു രാധയ്ക്ക് വേണ്ടി അവർ കണ്ടുവച്ചത്. എങ്കിലും രാധയും മാധവനും തങ്ങളുടെ പ്രണയത്തിൽ ഉറച്ചുനിന്നു. അവർ ഒരുമിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ടു. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ തീരുമാനിച്ചു. ഗ്രാമത്തിലെ ചെറിയ ക്ഷേത്രത്തിൽ വെച്ച് അവർ വിവാഹിതരാകാൻ തീരുമാനിച്ചു. വിവാഹ ദിവസം രാധയുടെ വീട്ടുകാർ എതിർപ്പുമായി എത്തി. എന്നാൽ ഗ്രാമത്തിലെ കാരണവന്മാരും സുഹൃത്തുക്കളും അവരുടെ പ്രണയത്തിന് പിന്തുണയുമായി മുന്നോട്ടു വന്നു. ഒടുവിൽ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ രാധയും മാധവനും ഒന്നായി. അവർ നെൽപ്പാടങ്ങൾക്കരികിലെ ചെറിയ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. രാധ പാടി, മാധവൻ കൃഷി ചെയ്തു. അവരുടെ പ്രണയം ഗ്രാമത്തിലെ മറ്റ് പ്രണയിതാക്കൾക്ക് ഒരു പ്രചോദനമായി മാറി. കാലം കടന്നുപോയി. അവർക്ക് മക്കളുണ്ടായി, പേരക്കുട്ടികളുണ്ടായി. എങ്കിലും അവർ ആദ്യമായി കണ്ടുമുട്ടിയ ആ ഉത്സവത്തിലെ അതേ പ്രണയത്തോടെ അവർ പരസ്പരം സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ഒരു സായാഹ്നത്തിൽ പുഴയരികിലിരുന്ന് രാധ പാടുമ്പോൾ മാധവൻ അവളുടെ കൈകളിൽ തലോടി. അവരുടെ കണ്ണുകളിൽ അനന്തമായ പ്രണയം നിറഞ്ഞു നിന്നു. ആ ഗ്രാമത്തിലെ കാറ്റിൽ അവരുടെ പ്രണയത്തിന്റെ മധുരം എന്നും തങ്ങി നിന്നു.